ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ കാന ആദതുഹും ഫഹ്ശാഅ നുസ്ഹതുഹും ഖിത്റൻ യുസബ്ബു മുദാബൻ ഫീ സിമാഹിഹിമി. മൻ ഒരു വിഭാഗം ആളുകൾ കാന ആദതുഹും ഫഹ്ശാഅ, അവരുടെ പതിവ് തന്നെ വൃത്തികെട്ട സ്വഭാവങ്ങളാണ്. അങ്ങനെ വൃത്തികെട്ട സ്വഭാവങ്ങൾ പതിവായി മാറിയവർ നുസ്ഹത്തുഹും, അവരോട് പോയിട്ട് വഅദ് പറയൽ ഏതുപോലെയെന്നറിയോ? ഖിത്റു യുസബ്ബു ഉദാബൻ, ഉരുക്കപ്പെട്ടതായിരിക്കുന്ന ഈ ചെമ്പ് ഒഴിക്കപ്പെടും പോലെയാണ്. ഫി സിമാഹിഹിം, അവരുടേതായിരിക്കുന്ന ചെവിക്കുഴികളിൽ ചെമ്പ് ഒഴിക്കപ്പെട്ടതുപോലെയാണ്. ഇന്നൽ ഖനാഫിസ, നിശ്ചയമാ ഇന്നൽ ഖനാഫിസ ഇത് മാമസ്സഹാഇതുറു മാതത്ലി ഹൈഷൂമിഹാ തത്തീബു ലം യഖുമീ. ഇന്നൽ ഖനാഫിസ, നിശ്ചയമായിട്ടും വണ്ടുകൾ, ഇദ്മാമസ്സഹു ഇതുറുൻ, അതിന് സുഗന്ധം സ്പർശിക്കുമ്പോൾ മാത്തത്ത് ചത്തുപോകും. ലം യഖും ദത്തീബു, ഈ സുഗന്ധം എന്നത് ശരിയാകൂല, നിലനിൽക്കൂല. ലി ഹൈഷൂമിഹ, അതിൻ്റെ തരിമൂക്കിനിക്ക്, അതിൻ്റെ മൂക്കിന് സുഗന്ധം, അതിന് മലം പോലുള്ള വൃത്തികെട്ട സാധനമാണ് അതിന് വാസനിക്കേണ്ടത്. അത് മലം കിട്ടിയാൽ ഉരുട്ടിയും കൊണ്ട് നടക്കും ചെയ്യും. അതിന് ഏത് കിട്ടൂല, നമ്മളെ സുഗന്ധത്തിൻ്റെ മണം അതിന് ഏറ്റുമില്ല. അത് മണപ്പിച്ചാൽ ചത്തുപോവുകയും ചെയ്യും. എന്നതുപോലെ വൃത്തികെട്ട സ്വഭാവം പതിവായി മാറിയ ആളുകൾക്ക് അത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവർക്കത് യേശൂല, ഓലെ ചവിട്ടക്കത് കയറൂല. ലന്നുസുഹു യൻഫഉ ശിൻദിറൻ ലിശിക്വതിഹി ബൽ കാന യഖ്റുജു അൻ യുദിയ ദവിൽ ഇബരി. ലന്നുസുഹു, സതുപദേശമല്ല, യൻഫഉ ശിൻദിറൻ, ചീത്ത സ്വഭാവിക്ക് ഉപകരിക്കൂല. ലിശിക്വതിഹി, പരാജിതനായതിന് വേണ്ടി. ബല്ലെന്ന് മാത്രമല്ല, കാന, അവനാകും, യഖ്റുജു, ഓന് പുറപ്പെടുന്നവനാകും, യുദിയൽ ദവിൽ ഇബരി, ഈ വഅദുടെ അവനെ ഇടങ്ങേറാക്കാൻ പുറപ്പെടും. ഓൻ നമ്മളോട് വഅദ് പറയാം, എന്നാൽ ആ വഅദ് നമുക്കൊന്ന് കാണണം. ഓൻ്റെ വഴി സ്വീപ്പാക്കാനും, ഓൻ്റെ റേഷൻ കാർഡ് സ്വീപ്പാക്കാനും, ഓൻ്റെ വെള്ളം കൂടി മുട്ടാനും എല്ലാ വയ്ക്കണമൊക്കെ ഈ കാക്ക നോക്കും. കാരണം ഓനോട് അത് പറഞ്ഞവന് പറ്റിയില്ല. ഏതുപോലെ യുമസ്സുൽ ഖിർദു വക്റല്ലി സുഫാരിയതി ഇദാ ലഹു നസഹത് ഫി ബാബിൽ മതരി. യുമസ്സുൽ ഖിർദു, ഈ കുരങ്ങൻ സാധനം പിഴുതെറിയും, പിച്ചു ചീന്തും. വക്റല്ലി സുഫാരിയത്തി, പൈങ്ങാക്കളിൻ്റെ കൂടിനെ. ഇദാ ലഹു നസഹത്ത്, ഈ കുരങ്ങിനോട് ഈ പൈങ്ങാക്കൾ സതുപദേശം നടത്തുമ്പോൾ, ഈ വാദ്ബിരിൽ മത്തരി, എപ്പോൾ നല്ല അധികരിച്ച മഴ പെയ്യുന്ന സമയത്ത്, മോനെ കുറച്ച് കഴിഞ്ഞാൽ മഴക്കാലമൊക്കെ വരും, അപ്പം നല്ലൊരു കൂടുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടും കൂടി കൊടന്നിട്ട് എന്ത് ചെയ്യും? കുരങ്ങ് വന്നിട്ട് പീച്ച് ചീന്തി നാശാക്കും. ഭാവന മെച്ചമാക്കിക്കോ. മിത്തുവാൻ, നല്ലോ അനുസരിച്ചു കൊടുത്തുകൊണ്ട്. ആര്? റബ്ബിക്ക, നിൻ്റെ റബ്ബിനെ കുറിച്ചുള്ള ഭാവന മെച്ചമാക്കിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്യണില്ല, എന്തെങ്കിലും ഒരു വിഷമം തന്നു, ഇത് മുറുൽ കലാ, കള്ളാവിൻ്റെ കൂട്ടത്തിൽ നിന്ന് കയ്പുള്ളത് നടന്നു പോകുമ്പോൾ, അതേ കനിൻ്റെ മേൽ ഫൽ ഖദറു, അള്ളാഹുവിൻ്റെ തീരുമാനവും നടന്നു പോകുമ്പോൾ ഒരുപാട് ഹൈറ് നമുക്ക് അള്ളാഹ് തന്നണല്ലോ, ആയതുകൊണ്ട് ഞാൻ അവൻ അനുസരിക്കുകയാണ് വേണ്ടത് എന്ന് പറയാണ് വേണ്ടത്. അല്ലാതെ ഇഞ്ഞു നമസ്കാരം ഞാൻ മതിയാക്കുകയാണ്, ഇനി ഞാൻ തോന്നിയ മാതിരി നടക്കുകയാണ്, ഇനി ഇത് കഴിഞ്ഞ് അറാം വരാലൊന്നും ഞാൻ നോക്കണില്ല എന്നുള്ളതല്ല വേണ്ടത്. അള്ളാഹ്ക്ക് നല്ലോണം അനുസരിക്കുകയാണ് വേണ്ടത്. ഏതുപോലെ വഖദ് അളല്ലത്ത് അലാ മൻ കാന യഖ്തഉഹു ഹത്താ യഖിറ അലാ അനാഖിഹി ശജറു.
ഫഖദ് അതല്ല ഷജറു, ഒരു വൃക്ഷം തണലിട്ട് കൊടുക്കുന്നില്ലേ? ഹത്താ യഖിറാല അനാഖിഹി, അത് അതിൻ്റെ കരടിൻ്റെ മേലിൽ കുത്തി വീഴുന്നത് വരെ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞ് താഴേക്ക് വീഴുന്നത് വരെ വൃക്ഷം തണലിട്ട് കൊടുക്കുന്നില്ലേ? അലാമൻ, ഒരു മനുഷ്യനിക്ക് കാന എക്കത്തവുക, മനുഷ്യൻ ഈ വൃക്ഷത്തിനെ മുറിക്കുകയാണ്. മരം എന്നെ മുറിക്കാൻ വന്ന ആളാണല്ലേ, ആ എന്നാൽ ഇപ്പം തന്നെ ചത്തോട്ടെ എന്ന് അറിഞ്ഞുകാണ്ട് ആ മരം ചെയ്യണില്ല, ഈ മനുഷ്യൻ്റെ മേത്തേക്കാണ് വീണെടുക്കുകയല്ലേ ചെയ്യണത്. മറിച്ച് എന്താ ചെയ്യണത്? ഭൂഗോളം ആ മുറിക്കുന്ന മനുഷ്യന് തണലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് വേണ്ടത്. മനുഷ്യൻ്റെ ആ ഒരു നല്ല മനസ്സാണ് നമുക്കെപ്പോഴും വേണ്ടത്. ബുഗ്ളുൽ ഖലാഇ ബിശർരിൻ ഹീന ജാഅ ബിഹി ഫിൽ മാലി വൽ വൽദി ഫീ ഔ നഫ്സികൽ ഖദറു. ബുഗ്ളുൽ ഖലാഇ, അള്ളാൻ്റെ കള്ളാവിനോട് ദേഷ്യം പിടിക്കൽ. അള്ള അങ്ങനെ കാട്ടില്ലേ, അള്ള അങ്ങനെ കാട്ടില്ലേ, എന്നോട് അങ്ങനെ കാട്ടാൻ പാടുണ്ടോ? ബിഷരിൻ, അതുപോലെ ഷെറുകൊണ്ടുള്ള കള്ളാവിനോട് ദേഷ്യം പിടിക്കുക. ഹീന ജാ ബിഹി അൽ കദറു, അള്ളാൻ്റെ തീരുമാനം ആ ഷെറിനെ കൊണ്ടുവരുമ്പോൾ ഫിൽ മാലി വൽ വലുതി ഔ ഫി നഫ്സിക്ക്, സമ്പത്തിലോ മക്കളിലോ അല്ല സ്വന്തം ശരീരത്തിൽ തന്നെയോ, ചവിട്ടുവേദനയോ മൂക്കുവേദനയോ തലവേദനയൊക്കെ ഉണ്ടാകുമല്ലോ. അയാതികട് വരുന്ന നേരത്ത് അല്ലെങ്കിൽ നടക്കുന്ന നേരത്ത് പെട്ടെന്ന് വീണ് കയ്യോ അല്ലോ മുറിഞ്ഞൊക്കെ ചെയ്താൽ എന്നോട് ഇത് കാണാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ ഈറയും കാലിയും ദേഷ്യം കാട്ടുകയാണെങ്കിൽ ഏതുപോലെയെന്നറിയോ? കളർബി ആഷികത്തിൻ ബോളന്നലൽ കമരി ഹിയാലഹു ഫീ ളുറൂഫിൽ മായി യൻഹദിറൂ. കളർബി ആഷികത്തിൻ, ഒരു പ്രേമിച്ചടക്കുന്ന പെണ്ണ് അടിക്കും പോലെയാണ്. ബോളന്നലൽ കമരി, ചന്ദ്രനോട് ദേഷ്യം പിടിച്ചിട്ട്. എവിടെ തല്ലണത്? അമ്പിളി തല്ലാൻ കിട്ടൂല. ഇങ്ങോട്ട് എവിടെ തല്ലണത്? ഹിയാലഹു, അതിൻ്റെ പ്രതിബിംബത്തുമ്പോൾ തല്ല. എങ്ങനത്തെ പ്രതിബിംബം? എൻഹദർ ഫി ളുറൂഫിൽ മാ, വെള്ളത്തിൻ്റെ ആഴിയിൽ വീണ് കടക്കുന്ന കിണറിൻ്റെ അരുകൂടെ ഇങ്ങനെ പോയപ്പോൾ, അല്ലെങ്കിൽ പുഴൻ്റെ അരുകൂടെ പോയപ്പോൾ, അല്ലെങ്കിൽ തോടിൻ്റെ അരുകൂടെ പോയപ്പോൾ ആ ചന്ദ്രൻ്റെ ചിത്രം ഇങ്ങനെ കാണുക. എവിടെ? നിഴലിങ്ങനെ കാണുകയാണ് വെള്ളത്തിൽ. അപ്പോൾ ഒരു വടി എടുത്തിട്ട് എവിടെയാണ് തല്ലുന്നത്? അതിൻ്റെ സൗന്ദര്യത്തിനോടുള്ള ദേഷ്യം. എൻ്റെ പ്രിയതമൻ്റെ അത്ര ആണല്ലേ സൗന്ദര്യം വേണ്ട, നിനക്ക് ഇത്ര സൗന്ദര്യം ഉണ്ടാകാൻ പാടില്ല എന്നൊരു ആശിക്കത്തായ പെണ്ണ് പറയുന്നത് അടിക്കുന്നത് പോലെയാണ്. ഒരു കാര്യമില്ലാത്ത പണിയാണ് അടിക്കുന്നത്, ഒരു നെഫറുമില്ല. നമ്മൾ ദേഷ്യം പിടിച്ച് വിചാരിച്ചാണ് അള്ളാൻ്റെ കള്ള നടക്കാതെ കൂല. അള്ളാൻ്റെ കള്ളാവ് കൊണ്ട് പൊരുത്തപ്പെട്ട അതിന് കാര്യം ഉണ്ടാവുകയും ചെയ്യും. ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യം പിടിച്ച് വെറുതെ ചെയ്യുന്നല്ലാതെ ഒന്നുമില്ല. വബിൽ ജവാദി യുഈനുന്നാസ റബ്ബുഹുമു കഅന്നഹു മുസ്മിറുൻ ഹഫതുഹു അതിയാറു. വബിൽ ജവാദി, ധർമ്മിഷ്ഠന്മാരെ കൊണ്ട് അല്ലെങ്കിൽ ധർമ്മിഷ്ഠനെ കൊണ്ട് യുഈനുന്നാസ റബ്ബുഹും, ജനങ്ങളുടെ രക്ഷിതാവ് ജനങ്ങളെ സഹായിക്കുന്ന ആരെ കൊണ്ടാണ്? ധർമ്മിഷ്ഠന്മാരെ കൊണ്ടാണ്. ഒരാളെ കയ്യിലുള്ള മുതൽ കൊടുക്കും, അയാൾ എല്ലാവർക്കും വാരിക്കോരി ഇങ്ങനെ കൊടുക്കും. ഇങ്ങനെയാണ് അള്ളാൻ്റെ പരിപാടി. കഅന്നഹു മുസ്മിറുൻ, അദ്ദേഹം ഒരു ഫലം കായ്പിക്കുന്ന വൃക്ഷമായതുപോലെ. ഹഫത്തുഹു അതിയാറു, അതിൻ്റെ ചുറ്റും ആരിങ്ങനെ വരുന്നു, പക്ഷികൾ അതിനെ വലയം ചെയ്തിരിക്കുന്നു ആ വൃക്ഷത്തിന്. കാരണം ആ വൃക്ഷം ഈ എല്ലാ പക്ഷികൾക്കും വിശപ്പാറ്റി കൊടുക്കുകയാണ്. വയസ്തഖിൽ മുസ്തഖി സർഅൻ ലഹു വബിഹി യഖ്ലറു മിൻ ഹൗലിഹി യശ്ബും വഅസ്ജാറു. വയസ്തഖിൽ മുസ്തഖി സർഅൻ ലഹു, ഒരു നനക്കുന്നവൻ അവൻ്റെ കൃഷി ഇങ്ങനെ നനക്കും. വബിഹി, ഇയാൾ നനക്കുന്നത് കൊണ്ട് യഖ്ലറു മിൻ ഹൗലിഹി, ആ കൃഷിക്ക് ചുറ്റും പച്ച പിടിക്കുന്ന യശ്ബും വഅതിയാറു, പുല്ലുകളും വൃക്ഷങ്ങളും. ഇദൽ ജവാദു വഇൻ ജഫത് യദാഹു അതാഹു സായിലുൽ ലാ യഖിബു യൗമൻ ഇദാ റജഅ. ഇദൽ ജവാദു, ധർമ്മിഷ്ഠൻ. ഇൻ ജഫത്ത് യദാഹു, കൈ ഉണങ്ങിയാലും അവൻ്റെ കയ്യിലൊന്നുമില്ല, പേഴ്സ് കാലിയാണ്, അലമാരയിലൊന്നുമില്ല, എന്നാലും പിന്നെ ധർമ്മിഷ്ഠനാകുന്നത് അതാഹു സായിലുൻ, ഓൻ്റെ അടുത്തൊരു യാചകം വന്നാൽ, ഈ ഇത കടന്നത് അതാഹുലാട്ടോ. ഓൻ്റെ അടുത്തൊരു യാചകം വന്നാൽ ലം യഹിബ്, ആ വന്നോ വെറുതെ ആവില്ല. യൗമനൊരിക്കലും ഇതാ റജ, ഓൻ തിരിച്ചു പോകുമ്പോൾ വെറുതെ ആവില്ല. വല്ലതും കിട്ടിയിട്ടേ പോവുള്ളൂ. എവിടുന്നെങ്കിലും എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും, ഉടുത്ത തുണിയെങ്കിലും കഴിച്ചു കൊടുത്തിട്ടെങ്കിലും ഓനെ സന്തോഷിപ്പിച്ചേ വിടുള്ളൂ. ഓൻ ധർമ്മിഷ്ടം എന്നുള്ള വേർമാനസുള്ള ആളാണ് എങ്കിൽ. വയഹ്റുജുൽ മാ വലൗ ബിൽ ഹഫിരി മിൻ നഹരി ഇത് കുല്ല സാദിം അതാഹു ലം യകും മനഅ. വയഹ്റുജുൽ മാവ്, വെള്ളം പുറപ്പെടും, വലൗ ബിൽ ഹഫിരി, കുയ്യ് കുത്തിയിട്ടാണെങ്കിലും നഹരിയും, പുഴയിൽ നിന്ന്. പുഴയ്ക്ക് ചെന്നാൽ പുഴ പറ്റിയെന്ന് വെച്ചോളെ, പുഴയിൽ ഒരു കുജ്ജൂത്തി നോക്കി വെള്ളം ഇങ്ങോട്ട് വരും.
ഇത് കുല്ല സാദിൻ ഒരു ദാഹിച്ചവനെയും ലം യക്കുൻ ഈ പുഴയാകൂല മനഅത്താഹു അതിന് ധർമ്മത്തെ അതാഹു എന്നുണ്ടാകുക ഹംസ പോയതാ അതിൻ്റെ ധർമ്മത്തെ അത് വിളങ്ങുന്നതാവൂല. ലൗലം യകുൻ ലിൽ ഗിനാൽ ഇൻസാനി സാഖിയതു ഇലൽ മസാകീനി മം തദത് ലഹുൻ നിഅമൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം.